Afternoon. Good afternoon, ma'am. Afternoon. PDF കാണാലോ എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൺസ് ആണ് പഠിച്ചല്ലേ? സോണിംഗ്, ഓപ്പറേഷൻ, തിയേറ്റേഴ്സ്. 4 സോൺസ് ഏതൊക്കെയായിരുന്നു? ഓട്ടിസൂട്ടിലെ 4 സോൺസ് ഏതൊക്കെയാ? പ്രൊട്ടക്റ്റീവ്, ക്ലീൻ, സ്റ്റെറൈൽ, ഡിസ്പോസിബിൾസ്. Okay, very good. Okay, very good. Next one, usual areas of deficiency in autism. Okay. Okay, next നോക്കുന്നത് എന്താണ്? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓട്ടിസം. ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ കുറച്ച് ചില പ്ലേസസിൽ, ചില ഏരിയാസിൽ കുറച്ച് പോരായ്മകളുണ്ട്. അത് ഏതൊക്കെ ഏരിയാസ് ആണെന്നാണ് നമുക്ക് നോക്കുന്നത് കേട്ടോ. No reception area, no separation room for surgery, anesthesiologists, junior doctors, OT attendants. Then attendants, number of change rooms, inappropriate size, type of doors. Then ഈ 5th point വേണ്ട കേട്ടോ, അതൊന്ന് വെട്ടിക്കളഞ്ഞേക്കോ, അത് നോക്കണ്ട. 5th point, the lack of standard OT protocol, no separate central sterile supply department, waiting area, recoveries. Okay. ഓട്ടീസിലെ പ്രധാന പോരായ്മയിൽ ഒന്നാണ് നോ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾ തിയേറ്റേഴ്സിന് മാത്രമായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ കണ്ടിട്ടുണ്ടോ? ഓട്ടിക്ക് മാത്രമായിട്ട്? എൻട്രൻസ് കണ്ടിട്ടുണ്ടാവും എപ്പോഴും. അതിന് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റഡ് ആയിട്ട് റിസപ്ഷൻ ഏരിയ കണ്ടിട്ടുണ്ടോ? എല്ലാ ഹോസ്പിറ്റലും അല്ല, എന്നിരുന്നാൽ പോലും ചില ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ല. അതായത് അകത്തുനിന്ന് ഒരാൾ വന്ന് പുറത്തേക്ക് വന്നാൽ മാത്രം അവിടെ അതിനകത്ത് ആ പേഷ്യൻസിന് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അത്ര സമയം നമ്മളിപ്പോ നമ്മുടെ ആരെങ്കിലും കസിൻസോ ആരെങ്കിലും ഒക്കെ ഇൻ കേസ് സർജറിക്ക് വേണ്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് പറയുന്നത് വരെ നമ്മള് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം. ഒരു റിസപ്ഷൻ സെന്റർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റിയാണ് അല്ലെ? ഓക്കെ, പേജ് നമ്പർ 60. യെസ്, അപ്പോ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഇല്ലാത്തത് ഒരു പോരായ്മയാണ്. ഓക്കെ, ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ കണക്കാക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, no separate room for surgeons, anesthesiologists, junior doctor, OT attendants. അതായത് ഒരു ആൾക്ക് എന്താണ് കോമൺ ആയിട്ട് ഒറ്റ റൂംസേ ഉള്ളൂ. സർജൻസ് ആണെങ്കിലും ജൂനിയർ ഡോക്ടേഴ്സിനാണെങ്കിലും എന്താണ്, അനസ്തേഷ്യ എടുക്കുന്ന ഡോക്ടേഴ്സിനാണെങ്കിലും എന്താണ്, സെപ്പറേറ്റ് റൂംസ് ഇല്ല. എല്ലാവർക്കും ഒരു കോമൺ റൂംസ് ആണുള്ളത്. ഓക്കെ, അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഡെഫിഷ്യൻസി ആണ്. കാരണം സർജൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏതെങ്കിലും പേഷ്യൻസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ഒരു പ്രൈവസി ഉണ്ടാവില്ല അല്ലെ? സെപ്പറേറ്റ് റൂംസ് ഉണ്ടെങ്കിലോ കുറച്ചും കൂടി അവർക്ക് എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടേഴ്സ്, പ്രത്യേകിച്ച് സർജറിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള റൂംസ് ഉള്ളത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലെ? യെസ്, അപ്പൊ അത് പ്രൈവസിയുടെ ഒരു കാര്യം നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേഷൻസ് ആയിട്ടുള്ള റൂം ഇല്ല എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഓട്ടിയുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? നെക്സ്റ്റ് വൺ, നോട്ട് ഇനഫ് നമ്പർ ഓഫ് change rooms for different class of people. Not enough number of change room for different classes of people. തിയേറ്റേഴ്സിനകത്ത് OT സൂട്ടിനകത്ത് എന്താണ് പല ഡിഫറെന്റ് ക്ലാസ് ഓഫ് ടൈപ്പ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അവർക്കൊന്നും എന്താണ്
ചേഞ്ച് റൂംസ് അല്ലെ, അതായത് അധികം നല്ല സൗകര്യങ്ങളുള്ള ചേഞ്ചിങ് റൂംസ് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ക്ലാസ് ഓഫ് പീപ്പിൾസിനും എന്താണ് ഒരേ സെപ്പറേറ്റഡ് ആയിട്ടൊന്നല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടെ എന്താണ് സ്പേസ് കുറവാകുന്ന രീതിയിലാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസിന് ചേഞ്ചിങ് റൂംസ് സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അത്യാവശ്യം മതിയായ സ്ഥലം കൊടുത്തിട്ട് അത് അഡിക്കേറ്റ് ആയിട്ടുള്ള സ്പേസ് ഒക്കെ റിസർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഒരു വർക്ക് എളുപ്പമാക്കാനായിട്ടും അതിനകത്ത് നല്ല രീതിയിൽ ഇടപഴകാനായിട്ടും സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതും ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെന്താണ് inappropriate size and type of doors etc. inappropriate size and type of doors etc. എന്താ പറയുന്നത് ഇവിടെ? തിയേറ്റേഴ്സിനകത്തുള്ള ഡോസിന്റെ വലിപ്പം അല്ലെ, വലിപ്പം ചെറുതാണെന്നാണ്. ചില തിയേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ വീൽ ചെയർസും സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ 1, 2, 3 പേഷ്യൻസിന്റെ കൂടെ അത്യാവശ്യം 2, 3 പേര് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോകാനായിട്ട് ചില സിറ്റുവേഷൻസിൽ എന്താണ് റൂംസുകൾ ഡോറിന്റെ സൗകര്യം ചെറുതാണെങ്കിൽ, സൈസ് ചെറുതാണെങ്കിൽ എന്താണ് ഒരു കൺജഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൊണ്ടുപോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനോ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ഒരാൾ അപ്പുറത്ത് നിന്ന് കടന്നു നിന്ന് അല്ലെങ്കിൽ വീൽ ചെയർസ് ഒക്കെ അല്ലെങ്കിൽ സ്ട്രെച്ചേഴ്സ് ഒക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അത് അപ്പോ ഡോർസിന്റെ ഒക്കെ വലിപ്പം കുറവുള്ളതും എന്താണ് OTയുടെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിലല്ല ഡോസ് അല്ലെങ്കിൽ മറ്റ് അതിന്റെ കോറിഡോർസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ 5th പോയിന്റ് വേണ്ട കേട്ടോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ തിയേറ്റേഴ്സിനകത്തെ എയർ ഫിൽട്രേഷൻ സംവിധാനം എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മൾ അല്ലെ. എങ്ങനെയാണ് എയർ എക്സ്ചേഞ്ച് സംവിധാനം, എയർ ഫ്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് തിയേറ്റേഴ്സിനകത്ത്, എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്? ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ്, മറന്നുപോയോ? OT വെന്റിലേഷൻ സൗകര്യം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്താത്ത ഭാഗത്തേക്കാണ് എയർ ഫ്ലോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഠിപ്പിക്കുന്നതൊക്കെ മറന്നുകൊണ്ടോ? ചോദിച്ചിട്ട് റിപ്ലൈ ഇല്ലാതെ ചോദിച്ചതാ. ഓക്കെ, നെക്സ്റ്റ് വൺ, lack of standard OT protocol. lack of standard OT protocol എന്താണ്, എന്ത് ഡെഫിഷ്യൻസി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം OTയിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതിലെന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വന്നാൽ അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും തരത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ആ തിയേറ്റേഴ്സിനെ തന്നെ ആയിരിക്കും ഇത് ബാധിക്കുന്നത് അല്ലെ. അതായത് പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും തരത്തില് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല. ഓൾറെഡി പ്രോട്ടോകോൾസുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന വേരിയേഷൻസ് പോലും എന്താണ് OTനെ പല രീതിയിൽ നോർമൽ, അതായത് മോശമായ ഒരു രീതിയിൽ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവിടെ തയ്യാറാക്കപ്പെടുന്ന പ്രോട്ടോകോൾസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, വളരെ സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ OT പ്രോട്ടോകോൾസുകൾ തയ്യാറാക്കിയത്. ഓക്കെ, നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളത് OTയുടെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSST, നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അതായത് OTക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റഡ് ആയിട്ട് CSST ഇല്ല. ഓക്കെ, അതായത് എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് OTക്ക് മാത്രമായിട്ട് ഉണ്ടാകുന്നത് കുറച്ചുകൂടി എന്താണ് OTയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലി കെയർ കൊടുക്കുന്ന ഒരു ഏരിയാസ് ആണ്. അപ്പൊ അതിന് വേണ്ടി സെപ്പറേറ്റഡ് ആയിട്ടൊരു CSST ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് വളരെ നല്ലതായിരിക്കും. അതും OTയുടെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, then waiting area recovery not well equipped, lack of basic facilities. Okay, അതായത് തിയേറ്റേഴ്സിന് പുറത്തുള്ള മറ്റേ വെയിറ്റിംഗ് ഏരിയാസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല, തിയേറ്റേഴ്സിന് നമുക്ക് അധികം എക്യുപ്പഡ് ആയിട്ടുള്ള എലമെന്റ്സുകളൊന്നും അവിടെ ഉണ്ടാവാറില്ല. ചിലപ്പോ 1-2 ചെയർ ഉണ്ടാവും അല്ലെ, 1-2 ചെയർ, അല്ലെങ്കിൽ നമ്മള് തിയേറ്റേഴ്സിന് അവിടെ കുറച്ച് ദൂരെ മാറി നിന്നിട്ടായിരിക്കും നമ്മളത് മാക്സിമം ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തയ്യാറാക്കിയത്. എന്നാൽ പോലും എന്താണ് തിയേറ്റേഴ്സിന്റെ ഫ്രണ്ടില് നമ്മളിപ്പോ എന്തെങ്കിലും
എന്താ പറയാ, ഒന്നോ രണ്ടോ ചെയർസ് മാത്രം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കിപ്പോ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം തിയേറ്റേഴ്സിന് പുറത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടെൻഷൻ ആയിട്ടുള്ള സമയമാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി ഒരു റിഫ്രഷിങ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലെ. അതായത് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പോലും ഇപ്പോ വാട്ടർ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു റൂമോ അങ്ങനെയൊക്കെ ഒന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് അതിനകത്ത് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ എന്താണ് അത്യാവശ്യം ഒരു പ്രൈവസിയോട് തന്നെ നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ പുറത്ത് തിയേറ്റേഴ്സിന് പുറത്തുള്ള ഏരിയാസിൽ വെയിറ്റിംഗ് ഏരിയാസിൽ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പോലും ഇല്ല എന്നുള്ളതും ഓർട്ടിയുടെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, യെസ്, ഒന്നുകൂടി നോക്കാം. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓർട്ടീസ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ ഡെഫിഷ്യൻസികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ചില ഏരിയാസിൽ മാത്രം. ഏതൊക്കെയാണ്? ഒന്ന്, ഓട്ടിക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റർ ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ ഇല്ല. അതേപോലെ തന്നെ സർജൻസിനും ജൂനിയർ ഡോക്ടേഴ്സിനും അനസ്തേഷ്യ ഡോക്ടേഴ്സിനും ഓട്ടി അറ്റൻഡൻസിനും മാത്രമായിട്ട് സെപ്പറേറ്റ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിളിന് മതിയായ രീതിയിലുള്ള സ്പേസസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചേഞ്ചിങ് റൂമായിട്ട് മതിയായ പ്ലേസസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെന്താണ്, inappropriate size and type of doors, etc. Okay, then lack of standard OT protocols. പിന്നെന്താണ്, no separate central sterile department and waiting area റിക്കവറിയില് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതും ഓട്ടിയുടെ ഡെഫിഷ്യൻസി ആയിട്ട് പറയപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണോ റെസ്പോണ്ട് ചെയ്യാഞ്ഞിട്ടാണോ? യെസ്, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണ് കേട്ടോ. ഇപ്പൊ പഠിച്ചത് ഡെഫിഷ്യൻസി ആണ്, ഓട്ടിയിലെ ചില ഏരിയാസിലുള്ള ഡെഫിഷ്യൻസി ആണ് പഠിച്ചത്. അടുത്തത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണ്. 3 ടൈപ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ മോഡുലാർ ഓട്ടി, ഇന്റഗ്രേറ്റഡ് ഓട്ടി ആൻഡ് ഹൈബ്രിഡ് ഓട്ടി. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. യെസ്, മോഡുലാർ ഓട്ടി, നമ്മള് മോഡുലാർ കിച്ചൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെ? കേട്ടിട്ടുണ്ടോ മോഡുലാർ കിച്ചൺ? എന്താണ് അതിന്റെ പ്രത്യേകത? മോഡുലാർ കിച്ചന്റെ നോർമൽ കിച്ചൺസ് പോലെയാണോ മോഡുലാർ കിച്ചൺ? എന്താണ് പ്രത്യേകത? എന്താണ് അതിന്റെ? യെസ്, മോഡേണൈസ്ഡ് ആണ് അല്ലെ. മോഡേണൈസ്ഡ് ആയിട്ട് ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മോഡുലാർ OT എന്ന് നോക്കാം. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. Prefabricated modular OT is a finished steel structure with a jointless sterile coating that provides a high quality finish. Okay, എന്താണ് മോഡുലാർ OT എന്ന് പറയുന്നത്? പ്രീഫാബ്രിക്കേറ്റഡ് മോഡുലാർ OT ആണ് അല്ലെ. അതായത് എന്ത് സ്ട്രക്ചർ ആണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മള് സ്റ്റീൽ സ്ട്രക്ചർ, അതായത് ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുത്തൻ അല്ലെങ്കിൽ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണെന്ത് മോഡുലാർ OT എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൈ ക്വാളിറ്റി ഫിനിഷിലൂടെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അതായത് എല്ലാത്തരം ഫെസിലിറ്റീസും എന്തിലുണ്ടായിരിക്കും? എല്ലാത്തരം സ്റ്റീൽ സ്ട്രക്ചറോട് തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, റാപ്പിഡ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനങ്ങൾ വരുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല അതിന്റെ ബാക്കി ബെനഫിറ്റ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. These OTs provide the benefit of rapid construction, prevention of contamination buildup, long durability, strong and flexible for future expansion, ease of maintenance, installation and support of equipment, provision of opening needed for the installation without affecting hardness of structure. So, modular OT യുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് അല്ലെ. മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു OT സംവിധാനമാണ്. സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വിത്ത് ജോയിൻലെസ് സ്റ്റൈറൈൽ കോട്ടിങ്ങോടുകൂടി ഹൈ ക്വാളിറ്റി ഫിനിഷിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ ഇതിന്റെ പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന്റെ കൺസ്ട്രക്ഷന് നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഓരോ ഡിവൈസസുകളും എക്യുപ്മെന്റ്സുകളും കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. എന്താണ് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് എന്ന് പറയുന്നത്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാത്തരം ബിൽഡപ്പ് സംവിധാനങ്ങളും ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാത്തരം മെഷേഴ്സും ഉപയോഗിച്ചിട്ടാണ്, എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മോഡുലാർ ഒ ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് എത്ര നാൾ നിലനിൽക്കുന്നതാണ്? ലോങ് ഡ്യൂറബിലിറ്റി ആണ്. ലോങ് ഡ്യൂറബിലിറ്റി എന്താണ്? കുറെ നാൾ നമുക്ക് നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. അത് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ലോങ് ഡ്യൂറബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഇതെവിടെ ഉദ്ദേശിക്കുന്നത്? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തില് ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറിൽ മാറ്റം അല്ലെങ്കിൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, ഫെസിലിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അതിന്റെ മൊത്തം സ്ട്രക്ചർ ഒന്നും മാറ്റാതെ തന്നെ എന്താണ് അതിൽ തന്നെ മറ്റു ഡിവൈസസുകളും അല്ലെങ്കിൽ മറ്റു ഫീച്ചേഴ്സ്, മറ്റു ഫെസിലിറ്റീസുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആണ്. ഫ്യൂച്ചർ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ അതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത പോയിന്റ് അതിൽ കണക്റ്റഡ് ആണ്, ഏസ് ഓഫ് മെയിൻ്റനൻസ്. ഏസ് ഓഫ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അനായാസം, ഇത് ഏസ് മീൻസ് അനായാസം, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് OT ആണ് എന്ത്? മോഡുലാർ OT എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വൺ, സിക്സ്ത് പോയിന്റ് നോക്കൂ. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. ഇനി ഇപ്പൊ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡിവൈസസുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്താണ് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും അതിൽ എല്ലാത്തരം ഫെസിലിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. കണക്ഷൻ ഓരോന്നും കണക്ട് ചെയ്യാനുള്ള എല്ലാത്തരം ഫീച്ചേഴ്സും അതിൽ ആഡ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സോ ഡിവൈസസുകളോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടും ഇതിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. ഓക്കെ, then last one, provision of opening needed for the installation without affecting hardness of structure. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഡിവൈസസുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്ക് അഴിച്ചു വിടേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഇതിന്റെ സ്ട്രക്ചറിൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ വരുത്തേണ്ട ആവശ്യമില്ല. മറ്റു ഫീച്ചേഴ്സിനൊന്നും തന്നെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊന്നും തന്നെ ഇത് അഫക്ട് ചെയ്യില്ല. അതായത് അതിന്റെ സ്ട്രക്ചറിന് മാറ്റം വരുത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സുകളൊന്നും ആഡ് ചെയ്യണമെങ്കിൽ അതിന്റെ മൊത്തം ആ സ്ട്രക്ചർ മൊത്തത്തിൽ മാറ്റേണ്ട ആവശ്യകത വരുന്നില്ല. ഓക്കെ, ഈസി ആയിട്ട് തന്നെ മറ്റൊരു ഡിവൈസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ മോഡുലാർ OT എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഡേൺ കോൺസെപ്റ്റിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനമാണ്. എന്ത് സ്ട്രക്ചർ ആണ് ഇതിൽ വരുന്നത്? സ്റ്റീൽ സ്ട്രക്ചർ ആണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഹൈ ക്വാളിറ്റി ഫിനിഷിങ്ങുള്ള സ്റ്റെറൈൽ കോട്ടിങ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിന് നമുക്ക് റാപ്പിഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് ഇതിലുണ്ടായിരിക്കും. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാത്തരം സംവിധാനങ്ങളും ഇതിലുണ്ടായിരിക്കും. ലോങ് ഡ്യൂറബിലിറ്റി ആണ്, ഇത് കുറെ കാലം നിലനിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ് നമുക്ക് ഫ്യൂച്ചർ വളരെ സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതില് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാതെ തന്നെ നമുക്ക് എന്താണ് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അനായാസം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇനി ഏതെങ്കിലും ഡിവൈസസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സിമ്പിൾ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ ചെയ്യണമെങ്കിൽ ഈ OT മൊത്തത്തിൽ നമുക്ക് അഴിച്ചു പണിയേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ടി വരുന്നില്ല. അതായത് അതിന്റെ സ്ട്രക്ചറിന് മാറ്റം വരുത്താതെ തന്നെ ഏത് ഡിവൈസസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഒന്ന് വായിച്ചു നോക്കുമ്പോ മോഡുലാർ OT.
ഓക്കെ, ക്ലിയർ പിന്നെ പിക്ചർ മോഡുലാർ റോട്ടി കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാമോ? കാണാൻ പറ്റുന്നുണ്ടോ പിക്ചർ? കാണാൻ പറ്റുന്നുണ്ടോ പിള്ളേരെ? ഇല്ല, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണാൻ പറ്റില്ല, വൈറ്റ് വന്നാല്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ, സെർച്ച് ചെയ്താൽ മതി. യെസ്, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് OT ഏതാണ്? ഇന്റർഗ്രേറ്റഡ് OT. Integrated OT. Functionally linking the OT environment. This consists of patient information, audio, video, surgical lights, room lights, AC and medical equipment. എന്താണ് ഇന്റർഗ്രേറ്റഡ് OT എന്ന് പറയുന്നത്? എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഇത് പ്രദാനം ചെയ്യുന്നത്? ഇന്റർഗ്രേറ്റഡ് OTയുടെ പ്രത്യേകത എന്താണ്? എന്താണ്? വായിച്ചു നോക്കൂ. എന്താണ് ഇന്റർഗ്രേറ്റഡ് OTയുടെ പ്രത്യേകത? വായിച്ചിട്ടൊന്നും മനസ്സിലാവണല്ലേ? സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുള്ളൂ. ഫങ്ഷണലി ലിങ്ക് ഇൻ ദ OT എൻവയോൺമെന്റ് ആണ് അല്ലെ? യെസ്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് patient information, audio, video, surgical lights, room lights, AC and medical equipments. Okay, അതായത് എന്താണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത്? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ്, അതായത് സർജറി നടത്തുന്ന സമയത്ത് അതിന്റെ ഓഡിയോ വീഡിയോസ് സഹിതം നമുക്ക് എന്താണ് ഇന്റർഗ്രേറ്റഡ് OTയിൽ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് സർജറിയുടെ റിസൾട്ട് ഒക്കെ അപ്പൊ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് ഇപ്പൊ വീഡിയോസ് മുഖാന്തരം അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഇൻ കേസ് സർജറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എന്താണ് മറ്റേതെങ്കിലും സർജൻസിനെ കണക്ട് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്റർഗ്രേറ്റഡ് OTയിൽ നമുക്കത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അത് മാത്രമല്ല എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സ്, എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും വിത്ത് AC അടക്കം എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇന്റർഗ്രേറ്റഡ് OTസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. ദെൻ ഹൈബ്രിഡ് OT. എന്തായിരിക്കും ഹൈബ്രിഡ് OTയുടെ പ്രത്യേകത? അപ്പോ a surgical theater that is equipped with modern medical imaging devices. ഇതിന്റെ പ്രത്യേകത എന്താണ്? എന്തായിരിക്കും ഹൈബ്രിഡ് OTയുടെ പ്രത്യേകത? മെഡിക്കൽ മോഡേൺ ഇമാജിൻ അല്ലെ, മോഡേൺ മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ് ആണ് ഹൈബ്രിഡ് OTയിൽ ഉണ്ടായിരിക്കുക. എന്തൊക്കെയാണ് ഇമാജിൻ ഡിവൈസസ് എന്ന് പറയുന്നത്? ഇതൊക്കെയാണ് സിയാംസ്, CT സ്കാനേഴ്സ്, MRI സ്കാനേഴ്സ് അല്ലെ. നമ്മുടെ മെഡിക്കൽ ഇമാജിൻ രംഗത്തെ എല്ലാ ഇമാജിനറി ഡിവൈസസും ഹൈബ്രിഡ് OTയിൽ ഉണ്ടായിരിക്കും, ഹൈബ്രിഡ് OTയിൽ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? സിയാംസ് എന്ന് പറയുന്നത് സ്കാനിങ് ഡിവൈസ് C ഷേപ്പിലാണ് അതിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് സിയാംസ് എന്ന് പറയുന്നത് കേട്ടോ. സ്കാനർ തന്നെയാണ്. Then CT scanners, അറിയാലോ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനേഴ്സ്. Then MRI scanners. MRI എന്താണ്? എക്സ്പാൻഷൻ അറിയാമോ? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജസ് അല്ലെ. അപ്പൊ എല്ലാത്തരം മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ്, മോഡേൺ മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ് അടങ്ങുന്നതാണ് ഹൈബ്രിഡ് OT. ഇവിടെ നമ്മൾ എന്ത് കാര്യങ്ങൾ കൂടി നടത്തുന്നുണ്ട്? This allows slightly invasive surgery, less incision. ചെറിയ രീതിയിലുള്ള ഇൻവാസീവ് സർജറീസ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹൈബ്രിഡ് OTയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് അണ്ടർലൈൻ ചെയ്യാം. മോഡേൺ മെഡിക്കൽ ഇമാജിംഗ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ആണ് ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്, സർജിക്കൽ തിയേറ്റർ. ഓക്കെ, അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. സിയാംസ് കേട്ടിട്ടുണ്ടോ?
സി ഷേപ്സിലാണത്. സ്കാനർ പോലെയാണ് കേട്ടോ. മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസ് ആണ് സി ആംസ് എന്ന് പറയുന്നത്. കാണാമോ? ഇതാണ് സി ആംസ് എന്ന് പറയുന്നത് കേട്ടോ. കാണാലോ? ഓക്കെ. Yes, these are the 3 types of operation theaters. ഏതൊക്കെയാണ്? മോഡുലാർ OT, ഇന്റഗ്രേറ്റഡ് OT ആൻഡ് ഹൈബ്രിഡ് OT. ഓരോന്നിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. എപ്പോഴും ചോദിക്കാറ് മോഡുലാർ OT ആണ്. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 7 ബെനിഫിറ്റ്സുകൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ. ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടാണോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോലി സ്ഥലത്ത് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ? വർക്കിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ വർക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഷിബിൻ. ഷിബിൻ എന്നുള്ള അക്കൗണ്ടിൽ ഉള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ചോദിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ. ചില ആൺകുട്ടികളുടെ പേരായിരിക്കും, പക്ഷെ പെൺകുട്ടി ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ആൺകുട്ടിയാണോ? ഓക്കെ. യെസ്. എന്ത് വർക്കാ ചെയ്യുന്നത്? ഷിബിൻ എന്താ ചെയ്യുന്നേ? കാഷ്യർ ആണ്. ഓക്കെ. ഞാൻ വേറെ ഒന്നും അല്ലാട്ടോ ചോദിച്ചത്. മാരീഡ് ദിവസം. ഓക്കെ, വെരി ഗുഡ്, നൈസ്. അതിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ റിപ്ലൈ കുറെ സമയം കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചതാ. ഓക്കെ. ഒരു തമ്പിടുന്നതിന് നമുക്ക് ഇത്ര വലിയ സമയം വേണ്ടല്ലോ, അല്ലെ? യെസ് ഓക്കെ ആണോ എന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു തമ്പ് ക്ലിക്ക് ചെയ്യുന്നതിന് ഒരു കുറച്ച് സെക്കൻഡുകളോളം വേണ്ട. അപ്പൊ ഒന്ന് ചെയ്യണോ കേട്ടോ. Okay. Yes. Next one, preventive measure against hazards in operation theatre. Preventive measures against hazards in operation theatre. Okay. നമ്മള് ഇത്രയും ഹയസ്റ്റ് കെയർ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എങ്കിലും അവിടെ പലതരത്തിലുള്ള അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നു, അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള ചില ഡിഫിക്കൽട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹസാർഡസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോ അത്തരം എന്തെങ്കിലും അപകട സാധ്യതകളിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഓക്കെ. പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നിരുന്നാൽ പോലും ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെ? നമ്മളുടെ ചെറിയ മൈന്യൂട്ട് ആയിട്ട് പോലും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ചിലപ്പോ വലിയൊരു അപകടത്തിലേക്കും എത്തിച്ചേരുന്നത്. ശരിയല്ലേ? ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? Put on shoes prepared for nurses with non-slip soles. Okay. Put on shoes prepared for nurses with non-slip soles. നമ്മള് തിയേറ്റേഴ്സിനകത്ത് നഴ്സസ്മാർ ഉപയോഗിക്കുന്ന സ്ലിപ്പേഴ്സ്, അല്ലെ? ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ എങ്ങനെയുള്ള രീതിയിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്? തെന്നി വീഴുന്ന തരത്തിലായിരിക്കണോ? സ്ലിപ്പ് ആവാതിരിക്കുന്ന, അല്ലെ? നോൺ സ്ലിപ്പേഴ്സ് ആയിരിക്കണം, അല്ലെ? നോൺ സ്ലിപ്പ് സോൾസ് ആയിരിക്കണം അവർ ഉപയോഗിക്കേണ്ട ഷൂസുകൾ. ഓക്കെ. അല്ലെങ്കിൽ എന്താണ്, തിയേറ്റേഴ്സ് ഓൾറെഡി നമുക്കറിയാം ഫ്ലോറിങ് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ്, നല്ല ടൈൽഡ് ആയിട്ടുള്ള ഫ്ലോറിങ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്താണ്, സ്കിപ്പ് ആവാനാണ് അല്ലെങ്കിൽ തെന്നി വീഴാനൊരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നല്ല ഗ്രിപ്പുള്ള അല്ലെങ്കിൽ ഷൂസ് എപ്പോഴും എങ്ങനെയാണ്, സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ളതായിരിക്കണം അവർ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. തെന്നി വീഴുന്നത് നിസ്സാര കാര്യമാണോ? അല്ല, അല്ലെ? വീഴ്ചയില് പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് സംഭവിക്കാം. ഓക്കെ.
യെസ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നഴ്സുമാരോട് ഉപയോഗിക്കുന്ന എന്താണ് സ്ലിപ്പ് ആവാത്ത രീതിയിൽ ഷൂസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. Then handle sharp object with utmost care, proper waste disposal also. Handle sharp objects. നമ്മള് തിയേറ്റേഴ്സിനകത്ത് മൂർച്ചയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കെയർ കൊടുത്തിട്ടായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ഷാർപ്പ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ തിയേറ്റേഴ്സിൽ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? നീഡിൽസ് ഉപയോഗിക്കുന്നുണ്ട്, സിറഞ്ച് ഉപയോഗിക്കുന്നുണ്ട്, സിസേഴ്സ്, യെസ്, ഏതോ ആയിക്കോട്ടെ, വാട്ടർ. അപ്പൊ അത്തരം ഒബ്ജക്ട്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടായിരിക്കണം അത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല സ്കാൽപ്പല്, ഓക്കെ, യെസ്. അപ്പൊ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുക. മാത്രമല്ല ഷാർപ്പ് ഒബ്ജക്ട്സുകൾ മാത്രം നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രത്യേക കണ്ടെയ്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബാഗുകൾ ഉണ്ടാവും. ഇതിനെ നമ്മള് പഞ്ച് റെസിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ്. അത് നിങ്ങൾ അടുത്ത ഭാഗങ്ങളിലൊക്കെ പഠിക്കും കേട്ടോ. ഏതാണ് ഷാർപ്പ് ഒബ്ജക്ട്സിൽ നമ്മൾ കളയുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണുള്ളത്, ഡിസ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് അടുത്ത ബാഗിൽ പഠിക്കും, അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം ഷാർപ്പ് ഒബ്ജക്ട്സുകൾ അതാത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറിലോ ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് മാത്രമായിരിക്കണം നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് മാത്രമേ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യും. കാരണം എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും അതീവ ശ്രദ്ധ കൊടുത്തിട്ടായിരിക്കും അത്തരം ഒബ്ജക്ട്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. Call a skilled electricians to test and repair damaged equipment. നമ്മൾ തിയേറ്റേഴ്സിനകത്ത് നിർബന്ധമായിട്ടും ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്താണ് GFCI എന്ന് പറയുന്നത്? GFCI എന്നെ ഷോർട്ടിൽ പറയുന്നതാണ് കേട്ടോ. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താണെന്ന്. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ഇതൊരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസസ് ആണ്. അതായത് തിയേറ്റേഴ്സിനകത്ത് എന്തെങ്കിലും ഇലക്ട്രിക്കൽ വയറിങ്സിന് എന്തെങ്കിലും ഷോർട്ടേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറിൽ തടസ്സങ്ങളോ തകരാറുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മള് തിയേറ്റേഴ്സിനകത്ത് നിർബന്ധമായിട്ടും എന്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും തരത്തിൽ ഷോർട്ടേജസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, സേഫ്റ്റി ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന എന്തുതരം ഷോർട്ടേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനും നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എന്താണ് അത് തിരിച്ചറിയാനായിട്ടും സാധിക്കും. അപ്പൊ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ കൊണ്ട് അത് എപ്പോഴും നമ്മള് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് ഡാമേജസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിരിക്കണം? അതൊന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യാനെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്, ക്ലിയർ? പറഞ്ഞാൽ മനസ്സിലായോ? യെസ്. Next one, put on radiation dosimeter, patch or other. When exposed to radiation, follow all safety instructions to lessen exposure to a minimum. Put on a radiation dosimeter. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോസിമീറ്റർ എന്താണ്? റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്? എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റേഡിയേഷൻ എക്സ്പോഷർ അല്ലെ? റേഡിയേഷൻ എക്സ്പോഷർ എത്രത്തോളം എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ബാഡ്ജ് ആയിട്ട് ഉപയോഗിക്കാം, ബാഡ്ജ് ആയിട്ട് കയ്യിൽ ധരിക്കാം, അല്ലെങ്കിൽ അതർ മെത്തേഡ്സിൽ നമുക്ക് എന്താണ് ഈ ഡോസിമീറ്റർ കയ്യിൽ ഉപയോഗിക്കാം. അതായത് എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷർ ആയത് റേഡിയേഷൻ മെഷർ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, മാത്രമല്ല റേഡിയേഷനുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മുടെ എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും, അതായത് റേഡിയേഷന്റെ എക്സ്പോഷർ കുറയ്ക്കാനുള്ള എല്ലാത്തരം സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റേഡിയേഷൻ നമുക്ക് ഏൽക്കാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്
അത്യാവശ്യം ഡിസ്റ്റൻസ് പാലിക്കുക, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സമയപരിധി അല്ലെ ആ ഒരു ടൈം ലിമിറ്റ് കുറക്കുക. പിന്നെ എന്താണ് റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് ഒക്കെ ധരിച്ചിട്ട് എക്സ്പോഷർ നമുക്ക് കുറയ്ക്കാനായിട്ട് അത് എത്രത്തോളം മെഷർമെന്റ് നമുക്ക് അറിയാൻ പറ്റും, അത് എത്രത്തോളം സമ്പർക്കം അതിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഓൾറെഡി ആ ഡോസിമീറ്ററിൽ അതിന്റെ മെഷർമെന്റ് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോ തിയേറ്റേഴ്സിനകത്തുള്ളവർ എന്താണ് നിർബന്ധമായിട്ട് എന്താണ് റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ഡോസിമീറ്റർ പ്രധാനമായിട്ടും ഏത് തിയേറ്ററിലായിരിക്കും ഉപയോഗിക്കുന്നത്? ഏത് തിയേറ്ററിലായിരിക്കും? ഇപ്പൊ നമ്മൾ പഠിച്ച 3 തിയേറ്റേഴ്സിൽ ഏത് തിയേറ്ററിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത്? റേഡിയേഷൻ എക്സ്പോഷർ അളക്കാൻ നമ്മൾ ഏത് തിയേറ്റേഴ്സിലായിരിക്കും ഇത് ഉപയോഗിക്കേണ്ടത്? നമ്മൾ 3 തിയേറ്റർ പഠിച്ചു, മോഡുലാർ, ഹൈബ്രിഡ്, ഇന്റഗ്രേറ്റഡ്. ഇതിൽ ഏതിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? യെസ്, വെരി ഗുഡ്, ഹൈബ്രിഡ് ഡോട്ടിയിൽ അല്ലെ? യെസ്, എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് ഡോട്ടിയിൽ ഉപയോഗിക്കുന്നത്? അവിടെയാണ് നമ്മൾ മോഡേൺ മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? ഓക്കെ, യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ നിർബന്ധമായിട്ടും തന്നെ റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് ധരിച്ചിരിക്കുന്നത്. റേഡിയേഷൻ എക്സ്പോസ്ഡ് എത്രത്തോളം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും, റേഡിയേഷൻസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യുക. ഓക്കെ, then install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. Install air conditioning with effective general ventilation. തിയേറ്റേഴ്സിനകത്ത് എന്താണ് നല്ല രീതിയിലുള്ള എയർ കണ്ടീഷനിങ് സംവിധാനം ഉണ്ടായിരിക്കണം. മാത്രമല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ജനറൽ വെന്റിലേഷൻ സൗകര്യവും ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? കാരണം തിയേറ്റേഴ്സിനകത്ത് പല രീതിയിലുള്ള ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ എന്തിനൊക്കെ പല ഗന്ധങ്ങൾ ഉണ്ടാവും, ഓർഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വാതകങ്ങൾ, ഗ്യാസുകൾ, മറ്റ് വേപ്പേഴ്സ്, ഇതെല്ലാം തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇതിനെല്ലാം പുറത്തള്ളുന്ന രീതിയിലുള്ള എല്ലാത്തരം വെന്റിലേഷൻ സൗകര്യവും അതിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം ഇതിങ്ങനെ തങ്ങി നിന്നാൽ തന്നെ, അതായത് ഈ ഹീറ്റ് സ്ട്രെസ് തങ്ങി നിന്ന് ഇത്തരം വാതകങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയാ ഗന്ധങ്ങളൊക്കെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിനകത്ത് നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന് ഒരേപോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള ജനറൽ വെന്റിലേഷൻസ് ആയിരിക്കണം അതിനകത്ത് സ്ഥാപിക്കേണ്ടത്. മാത്രമല്ല എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂംസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇവയൊക്കെ പുറന്തള്ളുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെന്റിലേഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അത് 5th പോയിന്റ് ക്ലിയർ ആണോ? ഓർഡേഴ്സ് എന്താന്ന് അറിയാലോ, ദുർഗന്ധങ്ങൾ ഉണ്ടാവും അല്ലെ? മറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ തിയേറ്റേഴ്സിനകത്ത് ദുർഗന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഗ്യാസസ് ഒക്കെ ഉപയോഗിക്കുന്നത് അതിന്റെ എല്ലാം തന്നെ ആ ഒരു എക്സ്പോഷർ അവിടെ നിൽക്കുന്നുണ്ടാവും അല്ലെ? യെസ്, അപ്പൊ അതെല്ലാം പുറന്തള്ളുന്ന റിമൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെന്റിലേഷൻ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. Next one, nurses sensitive to natural rubber lacteals must use non-lacteous or powder-free lacteous gloves and avoid contact with other lacteous products. Okay, ഇവിടെ nurses നമ്മുടെ ഗ്ലൗസസ് ഉപയോഗിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ഗ്ലൗസസ് 2 ടൈപ്സ് ഉണ്ട്, നാച്ചുറൽ റബ്ബർ ലാക്ടസ് ഉണ്ട്, പൗഡർ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. ചിലവർക്ക് എന്താണ് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ലാക്ടസ് അല്ലെങ്കിൽ ഗ്ലൗസുകൾ, നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്ലൗസിന് മുകളിൽ ഒരു വെളുത്ത പൊടി കണ്ടിട്ടില്ലേ? ഗ്ലൗസ് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ ഗ്ലൗസ് ഇട്ട് ഊരി കഴിയുന്ന സമയത്ത് അതിന് മുകളിൽ ഒരു പൊടി ഉണ്ടാവും, വെള്ള കളറിലെ ചെറിയ ചെറിയ തരി പോലെ ഒരു പൊടി ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൗസസുകൾ. ഇതേ സെയിം തന്നെ എന്താണ് പൗഡർ ഫ്രീ, അതായത് അതിന്റെ മുകളിൽ ഒരു പൗഡർ ഉണ്ടായിരിക്കും. കാരണം ഈ നാച്ചുറൽ ആയിട്ടുള്ള ലാക്ടസിന്റെ പ്രത്യേകം പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചാൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് എന്താണ് അത് സ്കിൻ ഇറിറ്റേഷൻസ് പല ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നഴ്സുമാർ എന്ത് ചെയ്യണം? പൗഡർ ഫ്രീ ആയിട്ട്, അതായത് ചില ഗ്ലൗസസിൽ എന്തുണ്ടായിരിക്കില്ല, അത് നമ്മളിപ്പോ പറഞ്ഞ് പറ്റി പിടിച്ചിരിക്കുന്ന പൊടി ഉണ്ടായിരിക്കില്ല. പൗഡർ ഫ്രീ ആയിട്ടുള്ള നോർമൽ ഗ്ലൗസസ് ഉണ്ടായിരിക്കും. ഒരു ബ്ലൂ കളറിലൊക്കെ ആയിരിക്കും. ബ്ലൂ കളറിലുണ്ടോ വൈറ്റിലുണ്ടോ? ബ്ലൂ ആണ് കോമൺലി വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ലാക്ടസ്, അങ്ങനെയുള്ള ഗ്ലൗസസ് ധരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്നാണ് പറയുന്നത് കേട്ടോ.
അതായത് നാച്ചുറൽ ലാക്ടസ് ഗ്ലൗസസിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള നഴ്സുമാർ എന്ത് ഉപയോഗിക്കണം, പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസസുകൾ ധരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവർക്ക് എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയ മാത്രമല്ല അത്ര ലാക്ടസ് പ്രൊഡക്റ്റുമായിട്ട് അവര് സമ്പർക്കം വരുത്താതിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം പ്രൊഡക്ട്സുകൾ അത്തരം മെറ്റീരിയൽസ് ഉള്ള പ്രൊഡക്ട്സുകൾ തന്നെ സെൻസിറ്റീവ് സ്കിന്നിലുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള നഴ്സുമാർ ആരും ഉപയോഗിക്കരുത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. Next one, follow established and appropriate infection control precautions, assuming blood body fluids. Follow established and appropriate infection control precautions. തിയേറ്റേഴ്സിനകത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ടുള്ള സമ്പർക്കങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. തിയേറ്റേഴ്സിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് അതായത് ശരീരദ്രവങ്ങളോ രക്തവുമായിട്ടുള്ള സമ്പർക്കം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തില്ല. അതായത് അതിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസ്, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് നിർബന്ധമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. അത് എല്ലാവരും തന്നെ ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്കും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ടാവും. ഓക്കെ, ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ ആയിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് അത്തരം, അതായത് തിയേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് എല്ലാവരും ഇതിൽ അതായിട്ട് ഓരോ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത. അതിനാൽ തന്നെ എന്താണ് എല്ലാത്തരം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം സ്റ്റാഫുകൾ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, then wash hands and other exposed skin surfaces after coming into contact with the blood or body fluids. Wash hands and other exposed skin surfaces. എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡ് ആയിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഇട്ടിരുന്നാൽ പോലും എന്താണ് നമ്മുടെ കൈകളിലൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. ഗ്ലൗസ് ഇട്ടിരുന്നാൽ പോലും കയ്യില് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൈക്കണ്ടയിലൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനാൽ തന്നെ എന്താണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കൈകൾ വൃത്തിയായി കഴുകിയിരിക്കണം അല്ലെ. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസസ് എവിടെയാണെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നല്ലൊരു സ്ക്രബറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കൃത്യമായിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അതിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, provide lifting aids for the lifting and shift of heavy patients, consult an occupational safety specialist on the safe handling of heavy patients. ഓക്കെ, നമ്മള് ലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹെവി പേഷ്യൻസിനെയൊക്കെ അല്ലെ, ഹെവി പേഷ്യൻസിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കൊന്നും നമുക്ക് ചിലപ്പോ എന്താണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ചിലപ്പോ അവരെ ഉയർത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രക്ചറിലോ വീൽ ചെയറിലൊക്കെ മാറ്റുന്ന സമയത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ, പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ഒബീസിറ്റി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ്, ഗുണത്തടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ് ഒരാളെ ഇതുമായിട്ട് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഹെവി ആയിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഒക്യുപേഷണൽ കൺസൾട്ടേറ്റീവ് സേഫ്റ്റി ഓഫീസറിൽ നിന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും സ്വീകരിച്ചിട്ടായിരിക്കണം നമ്മൾ അത്തരം പേഷ്യൻസിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് സേഫ് ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഓക്യുപേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടായിരിക്കണം നമ്മൾ അമിതഭാരമുള്ള പേഷ്യൻസിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ. അതായത് ചിലപ്പോ വീൽ ചെയറിൽ നിന്ന് സ്ട്രക്ചറിലേക്കോ അല്ലെങ്കിൽ ബെഡിലേക്കോ മാറ്റുന്ന സമയത്തൊക്കെ പ്രോപ്പർ ആയിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലിഫ്റ്റിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമ്മളൊരു ഓക്യുപേഷൻ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ നിന്നുള്ള സേഫ് ഹാൻഡിലിംഗ് പ്രൊസീജിയേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്വീകരിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, yes. Next one, checking for anesthetic and
ഓക്സിജൻ ഗ്യാസ് ലീക്കേജസ്, അതായത് തിയേറ്റേഴ്സിനകത്ത് അനസ്തെറ്റിക് ഗ്യാസസുകളും ഓക്സിജൻ ഗ്യാസസുകളും ഉണ്ടായിരിക്കും അല്ലെ. ഗ്യാസ് ലീക്കേജസ് ഏതെങ്കിലും തരത്തില് വാതക ചോർച്ച ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ എന്താണ് നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ട മറ്റൊന്നാണത് കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. എന്തെങ്കിലും തരത്തില് തീപിടുത്തങ്ങൾ ഉണ്ടാവുന്ന എന്തെങ്കിലും സാധ്യത കാണുകയാണെങ്കിൽ അതെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ ഇതെല്ലാമാണ് എന്താ തിയേറ്റേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളാണ്, അതായത് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് പല ഏരിയാസിലും. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് നമ്മള് അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് എന്തായിരുന്നു, നഴ്സുമാർ നിർബന്ധമായിട്ടും സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള നോൺ സ്ലിപ്പർ ഷൂസുകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് എന്താ പറയാ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയർ കൊടുത്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. മാത്രമല്ല അത് ഡിസ്പോസ് ചെയ്യേണ്ടത് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസലിൽ തന്നെ ആയിരിക്കണം ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഇനി ഹോസ്പിറ്റൽ തിയേറ്റേഴ്സിനകത്ത് ഒരു GFCI, അതായത് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള സർക്യൂട്ടിലെ ഷോർട്ടേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മാത്രമല്ല ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻസിനെ വിളിച്ചിട്ട് നമ്മൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ നിർബന്ധമായിട്ടും റേഡിയേഷൻ ഡോസിമീറ്റേഴ്സ് ഹെഡ് സ്റ്റാഫുകൾ ധരിച്ചിരിക്കേണ്ടതാണ്. റേഡിയേഷന്റെ എക്സ്പോസർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല റേഡിയേഷൻ എന്നുള്ള എല്ലാ സേഫ്റ്റി മെഷർ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം സ്റ്റാഫുകൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ് ആൻഡ് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ തിയേറ്റേഴ്സിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് പലതരത്തിലുള്ള ഹീറ്റ് സ്ട്രെസ്സുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഡേഴ്സിന്റെ ഗ്യാസിന്റെ വേപ്പേഴ്സിന്റെ ഒക്കെ ആ ഒരു ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ എന്താണ് പറയുന്നത്, സെൻസിറ്റീവ് നാച്ചുറൽ റബ്ബർ ലാറ്റക്സ്, അതായത് നാച്ചുറൽ റബ്ബർ ഗ്ലൗസസിനോട് സംവേദനക്ഷമതയില്ലാത്ത അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള നഴ്സുമാർ ഒരിക്കലും അത് ഉപയോഗിക്കേണ്ടതില്ല. അവർക്ക് എന്താണ് പൗഡർ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ലാക്ടസ് ആയിട്ടുള്ള ഗ്ലൗസസ് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല അത്രയും പ്രൊഡക്റ്റുമായിട്ട് അവരെ കോണ്ടാക്ട് വരാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് നമ്മൾ സമ്പർക്കം വരുന്ന സമയത്ത് എല്ലാത്തരം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം അതെല്ലാം ഫോളോ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ ഈ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ സർഫേസിലൊക്കെ മറ്റെവിടെയെങ്കിലും ഇത് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്ക്രബ്ബേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഹെവി പേഷ്യൻസിനെയൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സേഫ് ഹാൻഡ്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ലൊരു ഓക്യുപേഷൻ സേഫ്റ്റി ഓഫീസറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം ആ പേഷ്യൻസിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ തിയേറ്റേഴ്സിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വാതക ചോർച്ച ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കുക. അതായത് ഓക്സിജന്റെ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസിന്റെ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള വാതകങ്ങളുടെ ലീക്കേജസ് ഉണ്ടോ എന്ന് കൂടി നമ്മളത് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ, എന്തെങ്കിലും തരത്തിൽ തീപിടുത്ത സാധ്യത ഉണ്ടോ എന്ന് കൂടി നമ്മൾ അവിടെ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം തന്നെ തിയേറ്റേഴ്സിൽ വരാൻ സാധ്യതയുള്ള ചെറിയ അപകടങ്ങളാണ്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിൽ ചെറുതാണെങ്കിൽ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഇതിന് സൃഷ്ടിക്കാൻ കഴിയും. ഓക്കെ. ക്ലിയർ ആണോ? യെസ്. എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയോ നിങ്ങള്? ഓക്കെ. ഫാത്തിമ എസ് കേൾക്കാമോ? ഫാത്തിമ എസ്. ഓക്കെ. സീജ കേൾക്കാമോ? യെസ്. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി നോട്ടീസിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞത്? ഏതെങ്കിലും 2 ഏരിയാസ് എന്ന് പറയാമോ? No reception in the OR operating room. No separate rooms for the surgeons, anesthesiologists, junior doctors, attendants, like that.
Okay, very good. Yes. Okay, what are the 3 types of operation theaters? ഞാൻ ചോദിക്കുന്ന ആള് പറയാൻ വേണ്ടി. അനു. Modular OT. Modular OT. Hybrid OT. പറയാം. Integrated OT കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് വൺ പ്രിയ. PA. Rani G Krishna. Yes, ma'am. Yes. Modular OT യുടെ benefits ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരു രണ്ടെണ്ണം പറയാമോ? What are the benefits of modular OT? Long durability ഉണ്ട്. പിന്നെ rapid constructions. Yes, okay. Okay, very good. Okay. Then hybrid OT യിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസുകൾ ഏതൊക്കെയാണ്? ഹൈബ്രിഡ് OT യിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസുകൾ ഏതൊക്കെയാണ്? നൗഫാൻ എന്നാണ് പേരെന്താണോ? ഈ സെറ്റ് ഗാലറിയുടെ പേരെന്താ? നജുവ. നജുവ പറഞ്ഞേ. Yes, ma'am. CARMs, CT scanners and MRI scanners. Okay, very good. Thank you, ma'am. Yes. Okay, thank you. Have a nice day. You too. Thank you, ma'am. Good day. Thank you, Have a Miss. nice day, ma'am. Thank you. Happy